Namaskaram dear students, welcome to Target online classes. Myself Dr. Sujit Sugadan. നമുക്കിന്ന് എടുക്കേണ്ട പോർഷൻ എന്ന് പറയുന്നത് ബയോടെക്നോളജി. എല്ലാവർക്കും അറിയാം, ബയോളജിയിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാഞ്ച് ഓഫ് ബയോളജിയാണിത് ബയോടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഫ്യൂച്ചറിൽ ചാൻസ് ഉള്ളത്. ഇന്ന് നമുക്കറിയാമല്ലോ, കോവിഡ് എന്ന അസുഖം നമ്മെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ കോവിഡ് എന്ന അസുഖത്തെ ടെസ്റ്റ് ചെയ്യുന്ന മെക്കാനിസങ്ങൾ പോലും അത് RT-PCR എന്നാണ് പേര്. ഇതെല്ലാം ബയോടെക്നോളജിക്ക് കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഡിസീസ് ഡയഗ്നോസിസ് ആണ് ഈ പറഞ്ഞത്, അതുപോലെ ഡിസീസ് ട്രീറ്റ്മെന്റ്, അതുപോലെ അഗ്രികൾച്ചർ രംഗത്ത്, അതുപോലെ ഇൻഡസ്ട്രിയൽ രംഗത്ത് അല്ലെ, ഒട്ടനവധി നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ബ്രാഞ്ച് ആണ് ബയോടെക്നോളജി. നമ്മുടെ സെക്കൻഡ് ഇയറിലെ 4ാമത്തെ ചാപ്റ്ററാണ്. 2 ചാപ്റ്ററുകളുണ്ട്. ആദ്യത്തെ ചാപ്റ്റർ എന്താണ്, അതിന്റെ ടെക്നിക്സുകളെ പറ്റി വിശദീകരിക്കുന്ന ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. തൊട്ടടുത്ത ചാപ്റ്റർ അതിന്റെ ആപ്ലിക്കേഷൻ. അതാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. ഏതൊക്കെ ഫീൽഡുകളിൽ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതാണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ ഉണ്ട്, മെഡിക്കൽ സെക്ടർ ഉണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ട്, വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇങ്ങനെ ഒട്ടനവധി ഫീൽഡുകളിൽ നമ്മളത് ഇതിന്റെ ആപ്ലിക്കേഷൻസ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ബ്രാഞ്ചിലേക്ക്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ബ്രാഞ്ച് ഓഫ് ബയോളജിയായ ബയോടെക്നോളജിയിലേക്ക് വരാം. ഇന്ന് നമുക്ക് ഈ ബയോടെക്നോളജിയിൽ ഒരുപാട് കോഴ്സുകൾ തന്നെ അവൈലബിൾ ആണ്. +2 കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബയോടെക്നോളജി. ഡിഗ്രിയും MSCയും ഒക്കെ ബയോടെക്നോളജി കോഴ്സുകളുണ്ട്. അതുപോലെ BTech ബയോടെക്നോളജി ഉണ്ട്, എഞ്ചിനീയറിംഗ് ഫീൽഡിലുണ്ട് ബയോടെക്നോളജി. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ നല്ല ചാൻസ് ഉള്ള, ഒരുപാട് ജോബ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ബ്രാഞ്ചാണ് ഈ ബയോടെക്നോളജി എന്ന് പറയുന്നത്. നമുക്കിപ്പോ ജസ്റ്റ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, അതിന്റെ ടെക്നിക്സ് കേട്ടിട്ടുണ്ട്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ടെക്നിക് കേട്ടിട്ടുണ്ട്. ആ ജനറ്റിക് എഞ്ചിനീയറിംഗ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഈ 2 ചാപ്റ്ററിലായിട്ട് പഠിക്കുന്നത് കൂടുതൽ. അപ്പൊ നമുക്ക് ആ ബയോടെക്നോളജി ഒന്ന് പരിചയപ്പെടാം. ആ ചാപ്റ്ററിന്റെ പേര് കണ്ടോ, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. എന്താണ് ബയോടെക്നോളജി? വാട്ട് ഈസ് ബയോടെക്നോളജി? Biotechnology deals with the large-scale production and marketing of products using live organism or enzymes from organism for human welfare. ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞൊരു ഡെഫിനിഷനാണ്, ഇവിടെ എഴുതിയിരിക്കുന്ന മറ്റൊരു ഡെഫിനിഷനാണ്, ഇനിയും ഡെഫിനിഷനുകൾ ധാരാളമുണ്ട്. എന്താണ് ബയോടെക്നോളജി? മീൻസ് ഇറ്റ്സ് ഡീൽസ് വിത്ത് ദ large-scale production and marketing of products using live organism or enzymes from organism for human welfare എന്നാണ്. എന്ന് പറഞ്ഞാൽ ജീവികളെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ജീവികളുടെ എൻസൈമുകളെ ഉപയോഗിച്ചോ ഒരു പ്രോഡക്റ്റിനെ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്ത് അവയെ മാർക്കറ്റിംഗ് നടത്തുന്നു. ആ പ്രോഡക്റ്റുകൾ ഹ്യൂമൻ വെൽഫെയർ, മാനുഷിക നന്മയ്ക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഇതാണ് ബയോടെക്നോളജി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ, ബയോടെക്നോളജി ഈസ് ദ ടെക്നിക്സ് ഓഫ് യൂസിംഗ് ലൈവ് ഓർഗാനിസം ഓർ ദയർ എൻസൈംസ് ഫോർ പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ്സസ് യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. ഞാൻ പറഞ്ഞത് ഇത് ഒരേ ഡെഫിനിഷൻ തന്നെയാണ്. അപ്പൊ മൈക്രോ ഓർഗാനിസങ്ങളെ കൊണ്ട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എൻസൈമുകൾ കൊണ്ട് പ്രോഡക്റ്റുകൾ, ലിവിംഗ് തിങ്സിന്റെ എൻസൈമുകൾ കൊണ്ട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം. എൻസൈം അറിയാലോ, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. ഒരു സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന കാറ്റലിസ്റ്റുകളാണ് എൻസൈമുകൾ എന്ന് പറയുന്നത്. ആ എൻസൈമുകൾ നമുക്കൊരു പ്രോഡക്റ്റിനെ ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ മൈക്രോ ഓർഗാനിസങ്ങളെ ഉപയോഗിച്ചോ എൻസൈമുകളെ ഉപയോഗിച്ചോ ലാർജ് സ്കെയിലിൽ പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്നു. അപ്പൊ അത് ലിവിംഗ് തിങ്സിൽ നിന്നാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതാണ് ബയോടെക്നോളജി, ജൈവ സാങ്കേതിക വിദ്യ എന്ന് മലയാളത്തിൽ പറയും. ബയോ ആൻഡ് ടെക്നോളജി, ജൈവ സാങ്കേതിക വിദ്യ. ഇനി യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി ഈ ബയോടെക്നോളജിക്ക് ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ്. According to European Federation of Biotechnology or EFB, it defines biotechnology as the integration of natural science and organisms, cells, parts thereof and molecular analogues for products and services. അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പ്രയാസമായിട്ടുള്ള ഒരു സെന്റൻസ് ആണെന്ന് തോന്നുന്നു, പക്ഷെ എളുപ്പമാണ്.
ഇന്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ്, നാച്ചുറൽ സയൻസും ഓർഗാനിസവുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ സെൽസുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ പാർട്സുമായിട്ടോ അല്ലെങ്കിൽ മോളിക്കുലാർ അനലോഗ്സ് എന്ന് വെച്ചാൽ ഒരു മോളിക്യൂളിന്റെ വേറൊരു രീതിയിൽ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് മോളിക്യൂൾ DNA വേണമെങ്കിൽ നമുക്കിന്ന് ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്യാം. അപ്പൊ ആ DNA ഇനി നാച്ചുറൽ ആണോ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ DNA അല്ലേ. സോ ഇറ്റ്സ് എ മോളിക്കുലാർ അനലോഗ് ഓഫ് നോർമൽ DNA. അപ്പൊ അവയെ തമ്മിൽ ഇന്ററാക്ട് ചെയ്യിപ്പിച്ച് അവയിൽ നിന്നും പ്രോഡക്റ്റും സർവീസും പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും അവയുടെ സർവീസ് ചെയ്യുകയും ചെയ്യുന്നതിനെ ബയോടെക്നോളജി എന്ന് പറയും. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി ഓർ EFB. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഡെഫിനിഷനാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതാണ് ബയോടെക്നോളജി എന്ന വേർഡ് കോയിൻ ചെയ്യുന്നതാണ് കാൾ എർക്കി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. കാൾ എർക്കി ഇദ്ദേഹം ഒരു ഡിഫൈൻ ചെയ്ത് അന്നത്തെ ബയോടെക്നോളജിയുടെ മീനിങ് ഇന്നത്തെ ബയോടെക്നോളജി മീനിങ് അല്ല. അദ്ദേഹം പറഞ്ഞത് ലാർജ് സ്കെയിൽ പ്രോസസ് ഫോർ ദ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് പിഗ്സ്, പന്നികളില്ലേ, ഈ പന്നിയുടെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ട പ്രോസസ്സിന് അദ്ദേഹം വിളിച്ച പേരായിരുന്നു ബയോടെക്നോളജി, കാൾ എർക്കി. ഇനി ബയോടെക്നോളജി അവയുടെ ഡെവലപ്മെന്റ് അനുസരിച്ച് രണ്ടായിട്ട് തരംതിരിക്കാം. അത് നമ്മുടെ ഇന്നത്തെ അഗ്രികൾച്ചറും ബയോടെക്നോളജി തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലെങ്കിൽ റിലേഷൻ എന്താണെന്ന് വെച്ചാൽ, അഗ്രികൾച്ചറിൽ നമ്മളൊരു ജീവിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. ഓൾ പാർട്ട് ഓഫ് ദ ഓർഗാനിസംസ് വെയർ യൂസ്ഡ് in agriculture, but in biotechnology we use the products of organism. അതാണ് ബയോടെക്നോളജി നോർമൽ അഗ്രികൾച്ചർ എന്നുള്ളൊരു വ്യത്യാസം. അഗ്രികൾച്ചർ അവിടെ അഗ്രികൾച്ചറുണ്ട്, അനിമൽ ഹസ്ബൻഡറി ഉണ്ട്. രണ്ടിന്റെയും പ്രോഡക്റ്റുകളല്ല, ഹോൾ ഓർഗാനിസം തന്നെ നമ്മൾ യൂസ് ചെയ്യാം. പക്ഷേ ബയോടെക്നോളജിയിൽ only the product, we use only the products of organisms. It is based on the development in biotechnology. It is of two types. അത് നമുക്ക് ഇങ്ങനെ വിളിക്കാം. ഫസ്റ്റ് വൺ ഓൾഡ് ബയോടെക്നോളജി ആൻഡ് സെക്കൻഡ് വൺ മോഡേൺ ബയോടെക്നോളജി. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ അത് പറയാൻ പറ്റും. ഓൾഡ് ബയോടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പഴയ കാലത്ത് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പണ്ട് കാലം മുതൽക്കേ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് തൈര്, കേർഡ്. കേർഡ് എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത്? ബൈ ഫെർമെന്റേഷൻ ഓഫ് മിൽക്ക്. ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അനൈറോബിക് റെസ്പിറേഷൻ വഴി ഫെർമെന്റേഷൻ വഴി ക്രിയേറ്റ് ചെയ്തതാണ് കേർഡ്. അപ്പോൾ കേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു മൈക്രോബിയൽ പ്രോഡക്റ്റ് അല്ലേ? മൈക്രോബ്സിന്റെ അല്ലെങ്കിൽ ലിവിംഗ് തിങ്സിന്റെ പ്രോഡക്റ്റിലെ നമ്മൾ ബയോടെക്നോളജി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കേർഡ് പ്രൊഡക്ഷൻ ഒരു ഓൾഡ് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ആണ്. മറ്റൊന്ന് ഈസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്തു. പണ്ട് കാലം മുതൽക്കേ വൈൻ പ്രൊഡക്ഷൻ, വീഞ്ഞ് രാജാക്കന്മാരുടെ കാലത്തേ ഉള്ളൂ. അപ്പൊ അന്ന് മുതലേ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് ഈസ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ ഇതൊരു ഓൾഡ് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ആണ്. ഈ രണ്ട് കേസിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. Natural capabilities of microorganisms were used. Natural capabilities of microorganism. Natural capabilities of microorganisms were used or are used in all biotechnology. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോബ്സിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്, അല്ലാതെ നമ്മൾ അതിനെ മോഡിഫൈ ചെയ്തിട്ടല്ല. അല്ലാതെ അതായത് ഈസ്റ്റിന് ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് നാച്ചുറൽ ആയിട്ടുള്ളതാണ്, അല്ലാതെ നമ്മൾ കൊടുത്ത കഴിവല്ല. അതുപോലെ ലാക്ടോബാസിലസിന് മിൽക്കിനെ കേർഡാക്കി മാറ്റാനുള്ള കഴിവ് നമ്മൾ കൊടുത്തതല്ല, നാച്ചുറലി ഉള്ളതാണ്. അപ്പോൾ നാച്ചുറൽ കേപ്പബിലിറ്റീസ് ഓഫ് മൈക്രോ ഓർഗാനിസം വെയർ യൂസ്ഡ് ഇൻ ഓൾഡ് ബയോടെക്നോളജി. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞത് തന്നെ ടേണിംഗ് ഓഫ് മിൽക്ക് ഇൻ ടു കേർഡ്, വിനാഗിരി എന്ന് പറഞ്ഞാൽ വിനെഗർ ഉത്പാദിപ്പിക്കുന്ന പ്രോസസ്സ്. അതുപോലെ ബ്രെഡ് മേക്കിംഗ്, കേക്ക് മേക്കിംഗ് അല്ലേ, അത് ബേക്കിംഗ് ആൻഡ് ബ്രൂവിംഗ് ഇൻഡസ്ട്രി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഓൾഡ് ബയോടെക്നോളജി. നമ്മൾ മാവ് തലേ ദിവസത്തെ മാവ് പൊളിപ്പിക്കാൻ വെക്കുന്നു, പിറ്റേന്ന് പലഹാരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കുന്ന അപ്പവും ദോശയും ഇഡ്ഡലിയൊക്കെ ബയോടെക്നോളജിക്കൽ പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിച്ചത് മോഡിഫൈഡ് ഓർഗാനിസങ്ങളല്ല, നാച്ചുറൽ ആയിട്ടുള്ള മൈക്രോബ്സിനെ യൂസ് ചെയ്തത്, ഈസ്റ്റിനെയും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് ബേക്കിംഗ് ആൻഡ് ബ്രൂവിംഗ് ഇൻഡസ്ട്രി.
അപ്പോൾ what is old biotechnology എന്ന് പറഞ്ഞാൽ natural capabilities of microorganisms were used in old biotechnology. And what is modern biotechnology? It is the use of genetically modified organisms, GMO. Use of genetically modified organisms. GMOs for the large scale production of a product and their marketing. It's called as modern biotechnology. A modern biotechnology നമ്മൾ ഉപയോഗിക്കുന്നത് ജീനുകളെ ഓൾട്ടർ ചെയ്ത ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളെ യൂസ് ചെയ്തുകൊണ്ടാണ് പ്രോഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ. ഇന്ന് നമ്മൾ ഇൻസുലിനെ ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബാക്ടീരിയകളെ യൂസ് ചെയ്തിട്ടാണ്. അതും ജനറ്റിക്കലി മോഡിഫൈഡ് ബാക്ടീരിയ. അല്ലാതെ ബാക്ടീരിയകൾക്ക് നോർമലി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ നമ്മളൊരു യൂക്കാരിയോട്ടിക് ഓർഗാനിസമാണ്. എന്നാൽ ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. നമ്മളൊരു മൾട്ടി സെല്ലാർ വെൽ ഡെവലപ്ഡ് ഓർഗൻ സിസ്റ്റം കോംപ്ലക്സ് ഫിസിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ഉള്ള ജീവിയാണ്. എന്നാൽ ബാക്ടീരിയ അങ്ങനെയല്ല, സിംപ്ലിഫൈഡ് ഓർഗാനിസമാണ്. ആ സിംപ്ലിഫൈഡ് ഓർഗാനിസം ആയിട്ടുള്ള ബാക്ടീരിയക്ക് സ്വയമേ ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ? ഇൻസുലിൻ എന്ന ഹോർമോൺ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായ ജീനുകളെ എവിടെ കൊടുത്തു? ബാക്ടീരിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ബാക്ടീരിയ എന്ത് ചെയ്തു? ഇൻസുലിൻ ഉത്പാദിപ്പിച്ചു. ഇതാണ് മോഡേൺ ബയോടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. അത് പ്ലാന്റ്സ് ആകാം, അനിമൽസ് ആകാം, മൈക്രോബ്സ് ആകാം, ഏത് ഗുണമൊക്കെ. അതാണ് മോഡേൺ ബയോടെക്നോളജി. ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് ബയോടെക്നോളജി ഡീൽസ് വിത്ത് എന്തിന്റെയൊക്കെയാണ്? ഫസ്റ്റ് വൺ തന്നെ ഓൾഡ് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷന് ഒരു എക്സാമ്പിൾ ആണ്. ഓൾഡ് അത് മേക്കിംഗ് കേർഡ്, ബ്രെഡ്, വൈൻ എക്സെട്ര. ഇതൊക്കെ പഴയ കാലത്തെ ഉപയോഗിച്ചതല്ലേ. എന്നാൽ റിമൈനിങ് തിങ്സ് നോക്കുക. ബാക്കിയുള്ള ഈ ഇത്രയും ആക്ടിവിറ്റീസും എന്തിൽ വരുന്നതാണ്? മോഡേൺ ബയോടെക്നോളജി. എന്തൊക്കെയാണ്? And what are the techniques involved in advanced or modern biotechnology? They are IVF for the production of test tube babies, in vitro fertilization for the production of test tube babies. Then synthesis. Okay, IVF ne kudal explain cheyanda karyamilla zoology nammal padikkunnundu. Synthesis and using of a gene, synthesizing a gene and using it. ഒരു ജീനെ നമുക്ക് എന്ത് ചെയ്യാം? ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്യാം. അപ്പൊ ഏതൊരു ജീനാണോ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ജീനെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാം. ഇഫ് യു നോ ദ സീക്വൻസ് ഓഫ് ദാറ്റ് ജീൻ. ജീൻ എന്ന് പറഞ്ഞാൽ DNA അല്ലേ? DNA നിർമ്മിച്ചിരിക്കുന്ന സീക്വൻസുകൾ നമുക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും അവയെ എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാം, സിന്തസൈസ് ചെയ്യാം. അപ്പൊ സിന്തസൈസിങ് എ ജീൻ ആൻഡ് യൂസിങ് ഇറ്റ്, അതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ജീൻ എടുക്കണമെങ്കിൽ ഒരു ഹോസ്റ്റ് സെല്ലിൽ പോയി എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇൻസുലിന്റെ ജീനിന്റെ സ്ട്രക്ചർ നമുക്കറിയാം, ഓൾറെഡി സ്റ്റഡീഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ആ ഇൻസുലിന്റെ ജീൻ അതേപോലെ നമുക്ക് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ജീൻ സിന്തസൈസിങ് മെഷീൻസ് ഉണ്ട്. അപ്പൊ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം. 3, പ്രിപ്പറേഷൻ ഓഫ് DNA വാക്സിൻ. നമ്മൾ സാധാരണ വാക്സിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഒന്നുകിൽ ആ മൈക്രോ ഓർഗാനിസങ്ങളെ തന്നെ ആയിരിക്കും എന്താണ് വാക്സിനായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മൈക്രോ ഓർഗാനിസങ്ങളെ കൊന്നിട്ടോ അതിൽ ജീവനോടെയോ ഒക്കെ നമ്മൾ വാക്സിനായിട്ട് യൂസ് ചെയ്യാറുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ചില രോഗാണുക്കളെ ടോക്സിനുകൾ നമ്മൾ വാക്സിനായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒരു പാത്തോജന്റെ DNA എടുത്ത് നമുക്ക് വാക്സിനായിട്ട് വേണ്ടി കൊടുക്കാം. ചില ജീവികൾക്ക് ഈ DNA ആന്റിജനെ കോഡ് ചെയ്യുന്ന ജീനുകളെ കൊടുത്ത് ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് പറഞ്ഞ പേരാണ് DNA vaccine. Preparation of DNA vaccine, another application of modern biotechnology. And correcting a defective gene. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ ഇനി ആപ്ലിക്കേഷനിൽ പഠിക്കും. ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി എന്ന് വെച്ചാൽ ഈ ഡിഫക്റ്റീവ് ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീനുകൾക്ക് തകരാറുണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖം. That means hemophilia, sickle cell anemia. These are some genetic diseases, inherited diseases, അല്ലെങ്കിൽ hereditary disease എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ഡിസീസിന്റെ കാരണം എന്താണ്? ഈ ഡിസീസുകളുടെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ജീനുകളുടെ തകരാറാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ തകരാറ് വന്ന അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ജീനിന്റെ സ്ഥാനത്ത് ഫങ്ഷണൽ ജീൻ വെച്ചു കൊടുത്തുകൊണ്ട് അതിനെ ക്യൂർ ചെയ്യാം. And that is called as correcting a defective gene, and it is also called as the gene therapy. But these are the techniques, important techniques involved in biotechnology.
ഫസ്റ്റ് വൺ ഓൾഡ് ബയോടെക്നോളജി വരും, നാച്ചുറൽ കേപ്പബിലിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ്. എന്നാൽ ദീസ് ആർ ഓൾ എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ദീസ് ആർ ടെക്നിക്സ് ആൻഡ് ദ മോഡേൺ ബയോടെക്നോളജി. ക്ലിയർ ആയി കാണുമല്ലോ.